कराग्रे वसति लक्ष्मी करमध्ये सरस्वती करमूले सदा गौरी प्रभारे करदर्शनम् रवये नमः भानवे नमः रवये नमः भानवे नमः समुद्रवसने देवी पर्वतस्तनमण्डिते विष्णुपत्नी नमस्तुभ्यं पादस्पर्शं क्षमस्व मे ആലപ്പുഴ ജില്ലയിലൂടെ ഒരു യാത്ര എന്നാൽ ജലവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ഭൂമിയിലൂടെയുള്ള യാത്രയാണ്. ഇരുവശങ്ങളിലും വെള്ളം മാത്രം കാണുകയും ഇടയ്ക്കിടയ്ക്ക് എപ്പോഴോ കടന്നു പോകുന്ന വള്ളങ്ങളും ബോട്ടുകളും ഒക്കെ കാണുകയും ചെയ്യുന്ന ഒരു യാത്ര. അത് കുട്ടനാടിൻ്റെ, നെടുമുടിയുടെ, തായങ്കരിയുടെ അങ്ങനെയുള്ള ദേശങ്ങളുടെ എല്ലാം പ്രത്യേകതയാണ്. അതുകൊണ്ട് തന്നെ കാലാകാലങ്ങളിൽ ഇവിടെ ജീവിക്കുന്നവർക്കെല്ലാം ഈ ജലവും അതിൻ്റെ താളവും ഈ ജലത്തിന് മുകളിൽ പറന്നു പോകുന്ന പക്ഷികളുടെ ചിറകടി ശബ്ദവും ഒക്കെ കേട്ട് ജീവിക്കുവാനുള്ള ഒരു മഹാഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. ആ മഹാഭാഗ്യത്തിൻ്റെ ഒരു പങ്ക് പറ്റുകയാണ് ഇന്ന് ഉദയാമൃതം. ഈ വഴികളിലൂടെ നാം സഞ്ചരിക്കുകയാണ്. മനോഹരമായ ഈ ഭൂപ്രകൃതി കണ്ടുകൊണ്ട്, കൃഷിഭൂമികൾ കണ്ടുകൊണ്ട് നമുക്ക് പോകാനുള്ളത് ചങ്ങംകരി എന്ന പ്രദേശത്താണ്. ചങ്ങം എന്ന വാക്കിന് പോലും മനോഹരമായത്, ഏറ്റവും സൗന്ദര്യമുള്ളത് എന്നാണത്രേ അർത്ഥം. കരി എന്ന് പറഞ്ഞാൽ പുഞ്ചപ്പാടമാണ്. അപ്പോൾ മനോഹരമായ പുഞ്ചപ്പാടങ്ങളുള്ള പ്രദേശത്തിൻ്റെ പേര് ചങ്ങംകരി. ചങ്ങംകരിയിൽ അതിപ്രസിദ്ധമായൊരു ശാസ്താക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രം അന്വേഷിച്ചാണ് ഇന്ന് നമ്മുടെ യാത്ര. ഏതായാലും ഈ ഗ്രാമക്കാഴ്ചകളും അത് നൽകുന്ന ഊർജ്ജവുമാകട്ടെ ഈ പ്രഭാതത്തിൻ്റെ ആദ്യസ്പന്ദനങ്ങൾ. എന്നാൽ അതിനോടൊപ്പം ജീവിതത്തെ മുഴുവനും വ്യത്യസ്തമായി നിൽക്കുന്ന പ്രകാശം കൊണ്ട്, അല്ലെങ്കിൽ നന്മയുടെ പ്രകാശം കൊണ്ട് നിറയ്ക്കണമെങ്കിൽ തീർച്ചയായും അതിന് അമ്മയുടെ വാക്കുകൾ തന്നെ വേണം. അതിനായി ചിന്താമൃതം. അറിവമ്മ അലിവമ്മ അമൃതമ്മ അഖിലം നീ. ഏതു പ്രവൃത്തി ചെയ്യുമ്പോഴും ഈശ്വരസ്മരണ വിടാതെ കാത്തു സൂക്ഷിക്കണം. എവിടെയിരിക്കുന്നതും എഴുന്നേൽക്കുന്നതും ആ സ്ഥലം തൊട്ടു വന്ദിച്ചതിനു ശേഷമേ ആകാവൂ. ഈശ്വരസ്മരണ നിലനിർത്താൻ ഇത് സഹായിക്കും. നമ്മുടെ ശീലം മറ്റുള്ളവരിലും ആ സ്വഭാവം വളർത്താൻ സഹായിക്കും. അമ്മയുടെ ഈ വാക്കുകളിലൂടെ ഈശ്വരസ്മരണയെ അറിയുവാൻ നമുക്കാകട്ടെ.
വിശുദ്ധയായ പമ്പാ നദിയാണ്. എല്ലാ പുഴകളും വിശുദ്ധമാണ്, വിശുദ്ധമായിരുന്നു. പമ്പാ നദിയിലാകട്ടെ കേരളക്കരയുടെ അതിമനോഹരമായ പമ്പാസരസ് അതിമനോഹരം എന്ന് ശ്രീരാമദേവൻ തന്നെ വാഴ്ത്തി പാടിയിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നത് കൊണ്ട് പമ്പയോളം പുണ്യം നിറഞ്ഞിരിക്കുന്ന നദി, ആ ഭാവത്തിൽ പമ്പാ നദിയുടെ സ്പർശത്തെ ഏറ്റുവാങ്ങിക്കൊണ്ട് ക്ഷേത്ര ദർശനം നടത്തിയാൽ ഏറ്റവും പുണ്യം എന്ന് നമുക്ക് വിശ്വാസമുണ്ട്. ആ വിശ്വാസങ്ങളെ അറിഞ്ഞുകൊണ്ട് പമ്പാ നദിയുടെ തീരത്ത് ഇന്ന് നാം നിൽക്കുകയാണ്. നാം പറഞ്ഞു ചങ്ങംകരി എന്ന ഒരു പ്രദേശത്തേക്കാണ്, ഗ്രാമത്തിലേക്കാണ് നമുക്ക് വരേണ്ടത്. ചങ്ങംകരിയിലെ ധർമ്മശാസ്ത്ര ക്ഷേത്ര ഭൂമിയിലേക്കാണ് നാം എത്തിക്കൊണ്ടിരിക്കുന്നത്. പമ്പാ നദിയുടെ തീരത്ത് ഒരു ധർമ്മശാസ്ത്ര ക്ഷേത്രം. അപ്പോൾ ശബരിമലയിൽ പമ്പാ നദിയിൽ സ്നാനം ചെയ്തിട്ടാണ് ശബരിമല ദർശനം നടത്തുന്നത്. ഇവിടെ ഇതാ പമ്പാ നദി ഒഴുകുന്നതിന് തൊട്ടു മുന്നിലായി ഒരു ധർമ്മശാസ്ത്ര ക്ഷേത്രം. അത് ലക്ഷ്യം വെച്ച് നാം വരികയാണ്. മുൻപ് കാലത്ത് ഇവിടേക്ക് വരുവാൻ ബോട്ട് മാർഗം മാത്രമേ വരാനാകുമായിരുന്നു. പമ്പാ നദിയെ സ്പർശിക്കാതെ ആർക്കും ഇങ്ങോട്ട് വരാനാകുമായിരുന്നില്ല. നെടുമുടിയിൽ നിന്നൊക്കെ ഇന്നും ബോട്ടിലൂടെയാണ് പലരും ഈ ക്ഷേത്രഭൂമിയിലേക്ക് ചങ്ങംകരി ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലേക്ക് എത്തുന്നത്. പക്ഷേ ഇപ്പോൾ എടത്വയിൽ നിന്ന്, എടത്വ പോലീസ് സ്റ്റേഷന് തൊട്ടരികിൽ കിടക്കുന്ന വഴിയിലൂടെ ഒരു പുതിയ റോഡ് വന്നിരിക്കുന്നത് കൊണ്ട് നമുക്ക് ഏതാണ്ട് ഇവിടം വരെ ക്ഷേത്രത്തിൻ്റെ തിരുമുന്നിൽ വരെ വാഹനത്തിൽ തന്നെ വന്നു ചേരാനാകും. എടത്വയിൽ നിന്ന് അങ്ങനെ റോഡ് മാർഗം വന്ന് നാം ഇരുവശത്തും മനോഹരമായ ഭൂമിക കണ്ടു. അത് കഴിഞ്ഞപ്പോൾ ബോട്ട് ജെട്ടിക്കരികിലേക്ക് എത്തുമ്പോഴും പമ്പാ നദിയുടെ മനോഹരമായ ഭാവം തന്നെയാണ് ഇവിടെ കാണാനുള്ളത്. പമ്പാ നദിയിലേക്ക് നീണ്ടു നിൽക്കുന്ന ഈ പടവ് നേരെ കടന്നു ചെല്ലുന്നത് ഒരു ക്ഷേത്രക്കുളത്തിനരികിലേക്കാണ്. ക്ഷേത്രക്കുളവും കടന്നാൽ പിന്നീട് ഒരു ക്ഷേത്രഭൂമിയിലേക്ക് നമുക്ക് എത്താം. തകഴി ധർമ്മശാസ്താ ക്ഷേത്ര ദർശനം പൂർത്തിയാക്കിയ നാം ഇന്ന് ചങ്ങംകരി ശാസ്താക്ഷേത്രത്തിൻ്റെ കാഴ്ചകളും വിശ്വാസങ്ങളും അറിയാൻ തുടങ്ങുകയാണ്. തകഴി ക്ഷേത്രവുമായി വിശ്വാസപരമായും ആചാരപരമായും ചില ബന്ധമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു ക്ഷേത്രഭൂമി കൂടിയാണ് ഇത്. ചങ്ങംകരയിൽ പമ്പാ നദിയുടെ അടുത്ത് നിന്ന് പിന്നെ നാം എത്തുന്നത് ഒരു വിദ്യാലയത്തിൻ്റെ അങ്കണത്തിലേക്കാണ്. ദേവസ്വം ബോർഡിന് കീഴിൽ ഇവിടെ ഒരു UP സ്കൂളുണ്ട്. മനോഹരമായ, വളരെ ഒരുപാട് ഗൃഹാതുരമായ ഓർമ്മകൾ ഉണർത്തുന്ന തരത്തിലുള്ള ഒരു സ്കൂൾ. ക്ഷേത്രത്തിലേക്ക് എത്താനുള്ള വഴി നാം നേരത്തെ ഒന്ന് സൂചിപ്പിക്കുകയുണ്ടായി. എങ്കിലും ചങ്ങംകരിയിൽ എത്തണമെന്നുണ്ടെങ്കിൽ തകഴി ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ദർശനത്തിനെത്തുന്നവർക്കെല്ലാം തന്നെ ചങ്ങംകരിയും ഒന്ന് വന്ന് കണ്ട് തൊഴുതു പോകാവുന്നതാണ്. കാരണം അത്രയ്ക്ക് അകലെ അല്ലാതെയാണ്. സ്വന്തമായി വാഹനമുണ്ടെങ്കിൽ സുഖമായി വന്നു പോകാനാകും. അതല്ല എങ്കിലും തകഴിയിൽ നിന്ന് പച്ച എന്ന് പറഞ്ഞ പ്രദേശത്തെത്തി കഴിഞ്ഞാൽ പിന്നീട് 2 കിലോമീറ്റർ നടന്ന് ഒരു തൂക്കുപാലം കയറി ഇറങ്ങിയാൽ നമുക്ക് ഈ ക്ഷേത്രഭൂമിയിലേക്ക് എത്താനാകും. ഇങ്ങനെ 2 കിലോമീറ്റർ നടക്കാതെയും വാഹനത്തിലും എത്താനാകും. അതാണ് നാം നേരത്തെ പറഞ്ഞ വഴി. എടത്വ പോലീസ് സ്റ്റേഷൻ കഴിഞ്ഞാൽ തൊട്ടടുത്ത് കാണുന്ന വഴിയിലൂടെ നേരെ മുന്നിലേക്ക് വന്നാൽ വേറെ വഴികളൊന്നും ചേരുന്നില്ല. അതുകൊണ്ട് ഒരൊറ്റ വഴി തന്നെ നേരെ ഏതാണ്ട് ഒരു 3-3.5 കിലോമീറ്ററോളം വരുമ്പോൾ നമുക്ക് ക്ഷേത്രത്തിൻ്റെ ബോർഡ് കാണാനാകും. ആ വഴിയിലൂടെ അകത്തേക്ക് പ്രവേശനം. അതൊരു പാലം കഴിഞ്ഞ് ഉടനെ ഇറങ്ങിയാൽ പിന്നീട് നാം ഇടത്തോട്ട് തന്നെ തിരിയേണ്ടതുണ്ട്. തിരിഞ്ഞ് പിന്നീട് അധികം ടാറൊന്നും ചെയ്യാത്തൊരു വഴിയിലൂടെ വേണം മുന്നോട്ട് വരും. ഏതായാലും മനോഹരമായൊരു യാത്രയായിരിക്കും ഇങ്ങോട്ടേക്ക് വന്നാൽ നമുക്ക് അനുഭവിക്കാനാകുക എന്നുള്ളത് ഉറപ്പാണ്. പുഴയുണ്ട്, ജലമുണ്ട്, കൃഷിപ്പാടമുണ്ട്, ഗ്രാമത്തിൻ്റെ സൗന്ദര്യമുണ്ട്, പിന്നെ ഒരു UP സ്കൂളുണ്ട്. ധാരാളം പക്ഷികളുടെ ശബ്ദം ഇങ്ങനെ പ്രഭാതത്തിൽ കേട്ടുകൊണ്ടേയിരിക്കാം. ഇതൊക്കെ ഒരു ഉണർവും അനുഭവമാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായും ചങ്ങംകരിയിലേക്ക് വരാം. എന്നാൽ ഇതല്ലാതെ ഭക്തിവിശ്വാസങ്ങളിലൂടെ തീർത്ഥയാത്ര നടത്തുന്നവർക്കാണെങ്കിൽ ചങ്ങംകരിയിൽ വൈദ്യനാഥ ഭാവത്തിലാണ് ശാസ്താവ് സാന്നിധ്യമാകുന്നത്. ശാസ്താവ് എന്ന് പറയുമ്പോൾ ഇവിടെ ഗൃഹസ്ഥാശ്രമ ഭാവം തന്നെയാണ്. ഗൃഹസ്ഥാശ്രമ ഭാവത്തിൽ നാം തകഴിയിൽ പറഞ്ഞതുപോലെ തന്നെ ഇവിടെയും ഗൃഹസ്ഥാശ്രമ ഭാവത്തിലാണ്. അതുകൊണ്ട് തന്നെ ധർമ്മശാസ്താവ് എന്ന് തന്നെയാണ് എല്ലായിടത്തും ക്ഷേത്രങ്ങളെ വിശേഷിപ്പിക്കുന്നത്. അയ്യപ്പൻ ക്ഷേത്രങ്ങളെന്ന് പറയാറില്ല പൊതുവിൽ. ധർമ്മശാസ്താ ക്ഷേത്രം.
തകഴി ധർമ്മശാസ്താ ക്ഷേത്രം എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ചങ്ങങ്കരിയിലും ധർമ്മശാസ്താ ക്ഷേത്രമുള്ളത്. കുട്ടനാടിൽ പൊതുവെ കൃഷിപ്പാടങ്ങൾ കൂടുതലായതുകൊണ്ട് കൃഷിപ്പാടങ്ങളെല്ലാം കരി എന്നാണ് വിശേഷിപ്പിക്കുന്നതെന്ന് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ചങ്ങങ്കരി, തായങ്കരി, കൈനകരി, പിന്നെ കരിമാടിക്കുട്ടൻ നിലകൊള്ളുന്ന പ്രദേശം കരിമാടി, അങ്ങനെയുള്ള സ്ഥലങ്ങളെല്ലാം തന്നെ ഈ പാടങ്ങളുടെ പേരുമായി ചേർന്നാണ് നിൽക്കുന്നത്. അങ്ങനെ പാടവും കൃഷി സംസ്കൃതിയും ഒക്കെ ഉണ്ടായിരുന്ന ഒരു പ്രദേശത്തിൻ്റെ കാവലാൾ ദൈവമായി കൂടി നമുക്ക് ഇവിടുത്തെ ധർമ്മശാസ്താവിനെ കരുതാം. ചങ്ങങ്കരി UP സ്കൂളിൽ നിന്ന് നേരെ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാൻ ഒരു വഴിയുണ്ട്. പടിഞ്ഞാറേ കവാടമാണ് അവിടെ ഉള്ളത്. ഇവിടെ ധർമ്മശാസ്താവ് പടിഞ്ഞാറോട്ട് ദർശനമായി ഇരിക്കുന്നത് കൊണ്ട് അതുതന്നെയാണ് പ്രധാന നടയായി വരുന്നത്. ഈ പ്രധാന നടയിലൂടെ അകത്തേക്ക് വന്നാൽ മനോഹരമായ 2 കളിത്തട്ടുകൾ കാണാനാകും. ഒരേ വലിപ്പത്തിലുള്ള 2 കളിത്തട്ടുകൾ ഇരുവശത്തുമായിട്ടുണ്ട്. അതിനും മധ്യത്തിലായി കൽവിളക്കുമുണ്ട്. ഈ കളിത്തട്ടും കൽവിളക്കും ഒക്കെ ക്ഷേത്രത്തിൻ്റെ ആ ഒരു രാജാക്കന്മാരുണ്ടായിരുന്ന കാലത്തിൻ്റെ പ്രാധാന്യമാണ് വിളിച്ചറിയിക്കുന്നത്. ഇനി പടിഞ്ഞാറോട്ട് ദർശനമായിട്ടാണ് ധർമ്മശാസ്താവ് എന്ന് പറഞ്ഞല്ലോ. പടിഞ്ഞാറോട്ട് ദർശനമായി ഇരുത്തിയത് ഉഗ്രഭാവം കൂട്ടുന്നതിന് വേണ്ടിയാണത്രേ. അതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രഭൂമിയിൽ കൊടിമരം കഴിഞ്ഞ് നമുക്ക് മുകൾ തട്ടിൽ, ക്ഷേത്രത്തിനകത്തേക്ക് ബലിക്കൽപുരയിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുകൾ തട്ടിൽ വളരെ വ്യത്യസ്തമായ ഒരു രൂപം കാണാം. ആദ്യമൊന്ന് സംശയിക്കും ഇത് ധർമ്മശാസ്താവിൻ്റെ രൂപം തന്നെയാണോ എന്ന്. പക്ഷേ പിന്നീട് നമുക്ക് ചിഹ്നങ്ങൾ സൂക്ഷിച്ച് നോക്കുമ്പോൾ അത് ധർമ്മശാസ്താവ് തന്നെയാണെന്ന് മനസ്സിലാക്കാനാകും. പ്രയോഗ തൃശൂലത്തോടെ, അതായത് തൃശൂലം പ്രയോഗിച്ച് നിൽക്കുന്ന വീരഭാവത്തിലാണ് രൂപമുള്ളത്, ഈശ്വരമൂർത്തി ഉള്ളത്. അങ്ങനെ വീരഭാവത്തിൽ ഇരിക്കുന്ന ധർമ്മശാസ്താവ്, അതായത് ഉഗ്രത കൂട്ടുന്നതിന് വേണ്ടി പടിഞ്ഞാറോട്ട് ദർശനമാക്കി എന്ന് പറഞ്ഞുവല്ലോ. മുൻപ് ക്ഷേത്രം കിഴക്കോട്ടായിരുന്നു ദർശനം, പിന്നീടാണ് പടിഞ്ഞാറോട്ട് ദർശനമാക്കിയത്. ഇവിടെ തൃശൂലം പ്രയോഗിച്ച് നിൽക്കുന്നു എങ്കിലും ഇരുവശത്തുമായി നമുക്ക് ഒരു വശത്ത് പുലിയെയും മറുവശത്ത് കുതിരയെയും കാണാനാകുന്നു. ഇത് രണ്ടും ശാസ്താവിൻ്റെ അല്ലെങ്കിൽ അയ്യപ്പൻ്റെ ചിഹ്നങ്ങളായതുകൊണ്ട് നമുക്കത് ധർമ്മശാസ്ത്ര സങ്കല്പം തന്നെയാണ് എന്ന് തിരിച്ചറിയാനാകും. മുൻപ് കിഴക്കോട്ട് ദർശനമായിരിക്കുകയും പിന്നീട് ഉഗ്രത കൂട്ടുവാനായി പടിഞ്ഞാറോട്ട് ദർശനമായി ക്ഷേത്രം പുനർനിർമ്മിക്കുകയുമാണ് ചെയ്തതെന്ന് പറഞ്ഞു. ആ പുനർനിർമ്മിച്ച കാലം പോലും ഏത് എന്ന് പറയാനാകില്ല. പക്ഷേ ഒന്ന് ഉറപ്പിച്ചു പറയാം, ഈ ക്ഷേത്രം വളരെ പുരാതനമാണ്. ഓംകാരസാരം മഹാമുക്തിരൂപം ഭജേഹം ഭജേഹം നമാമി. ഓംകാരസാരം മഹാമുക്തിരൂപം ഭജേഹം ഭജേഹം നമാമി. അകമെന്നുമയ്യന്റെ മണിമന്ദിരം, നിനവെന്നുമയ്യന്റെ പടിപൂജനം. ഉഗ്രഭാവങ്ങളോടുകൂടി പമ്പാ നദിയുടെ തീരത്ത് ധർമ്മശാസ്താവ് സാന്നിധ്യമാകുന്ന ക്ഷേത്രം പുരാതനം എന്ന് പറയുമ്പോൾ തീർച്ചയായും ആ പുരാതന ഭാവങ്ങളെ ഒപ്പിയെടുക്കുവാൻ ചില തെളിവുകൾ നമുക്ക് വേണം. ആ തെളിവുകൾ മുഴുവനും ഒരുപക്ഷെ ഈ ബലിക്കൽപുരയിൽ നിന്ന് കിട്ടും. ബലിക്കൽപുരയിൽ അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ ശില്പനിബിഡമാണ് ഇവിടമെന്ന് മനസ്സിലാക്കാനാകും. എന്നാൽ വെറുതെ ശില്പനിബിഡമല്ല, മനോഹരമായ ശില്പ ആലേഖന രീതിയാണ് ഉള്ളത് എന്ന് കാണും. തടിയിൽ തീർത്ത ബ്രഹ്മാവിൻ്റെയും അഷ്ടദിക്പാലകരുടെയും രൂപമാണ്. പക്ഷേ രൂപഭാവങ്ങൾ വളരെ വ്യക്തമാണ് എന്ന് കാണും. കണ്ണ് ഉണ്ട് എങ്കിലും കണ്ണ് തെളിയിച്ചിട്ടില്ല. കാരണം അത്രമാത്രം പൂർണ്ണതയുള്ളത് കൊണ്ട് കണ്ണ് തെളിയിച്ചാൽ ഇവിടെ ഈശ്വരമൂർത്തി സാന്നിധ്യം വന്നു പോകുമെന്നുള്ളത് കൊണ്ടാകണം അത്രയ്ക്ക് കണ്ണ് തെളിയിക്കാതെ ബാക്കിയെല്ലാം അത്രമാത്രം പൂർണ്ണതയോടുകൂടി ചെയ്തിരിക്കുന്നത്. അഷ്ടദിക്പാലക ഭാവങ്ങളും രൂപങ്ങളും കയ്യിലേന്തിയിരിക്കുന്ന ആയുധങ്ങളും എല്ലാം വാഹനങ്ങളും ഉൾപ്പെടെ എല്ലാം നമുക്കിവിടെ കാണാനാകും. ഓരോ ദിക്കിലെയും മൂർത്തി ഏത്, ആ മൂർത്തിയുടെ വാഹനം ഏത് എന്നൊക്കെ വ്യക്തമായി മനസ്സിലാക്കുവാനാകുന്ന തരത്തിലാണ് ഇവിടെ ആ ഒരു ബലിക്കൽപുരയുള്ളത്. പടിഞ്ഞാറോട്ട് ദർശനമായി ഇരിക്കുന്നത് കൊണ്ട് തന്നെ കിഴക്കിൻ്റെ അധിപനായ ഇന്ദ്രനെ ആനപ്പുറത്ത് നമുക്ക് കാണാനാകും. അതുപോലെ തന്നെ വരുണനെ മുതലപ്പുറത്ത് കാണാനാകുന്നുണ്ട്. എല്ലാ രൂപങ്ങളും വ്യക്തമായി തന്നെ ആലേഖനം ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ താഴെ ആ ബലിക്കൽപുരയുടെ മച്ചകത്തെ താങ്ങി നിർത്തുന്ന രൂപങ്ങൾ, അത് രാമൻ്റെ കഥകളുമായി ബന്ധപ്പെട്ട്, രാമായണം മുഴുവനും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല, പക്ഷേ രാമൻ്റെ കഥകളാണ്. അത് നമുക്കൊന്ന് സംശയം തോന്നും, അമ്പും വില്ലും ഏന്തി നിൽക്കുന്ന അയ്യപ്പനെയാണോ ഉദ്ദേശിച്ചിരിക്കുന്നത്. എന്നാൽ അതല്ല, ഇവിടെ ചില സ്വയംവര ഘട്ടങ്ങൾ കാണുന്നത് കൊണ്ട് അത് രാമൻ തന്നെയാണെന്ന് മനസ്സിലാക്കാനാകും. വില്ലേന്തി നിൽക്കുന്ന, അതായത് ഗാണ്ഡീവം ഉയർത്തി നിൽക്കുന്ന ആ ഒരു രാമൻ്റെ ഭാവത്തെ നമുക്ക് കാണാം. അതുപോലെ പിന്നീട് നമുക്ക് മുനിമാരുടെ അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങുന്ന അല്ലെങ്കിൽ ഗുരുവിൽ നിന്ന് ഉപദേശം ഏറ്റുവാങ്ങുന്ന ഭാവങ്ങൾ. എന്നാൽ ഇവിടേക്ക് എത്തുമ്പോഴേക്കും സീതാ സ്വയംവരമാകണം, സ്ത്രീരൂപമാണ്, വളരെ വലിപ്പം കുറഞ്ഞൊരു സ്ത്രീരൂപം കാണാം. ഒരു സ്വയംവര ലക്ഷണം അവിടെ കാണാം. കാരണം സ്വയംവര ലക്ഷണം എന്ന് പറയാൻ കാരണം പിന്നീട് ഇങ്ങോട്ടെല്ലാം ആഘോഷങ്ങളിൽ പങ്കുചേരുന്ന മനുഷ്യരൂപങ്ങളാണ്. പെരുമ്പറ മുഴക്കുന്നുണ്ട്, അതുപോലെ തന്നെ വാദ്യങ്ങൾ മുഴക്കുന്നുണ്ട്. ആ ഒരു രൂപങ്ങളാണ് കാണുന്നത്. ഏറ്റവും മംഗളങ്ങൾ ഉണ്ടാകട്ടെ എന്ന അനുഗ്രഹഭാവത്തിൽ നിൽക്കുന്ന ഋഷിരൂപങ്ങളും കാണാം. പക്ഷെ അത് കഴിഞ്ഞാൽ പിന്നീട് വീണ്ടും അമ്പേന്തി നിൽക്കുന്ന, വാളേന്തി നിൽക്കുന്ന വീരയോദ്ധാവിൻ്റെ ഭാവങ്ങളാണ് കാണുന്നത്. അതൊക്കെയും സാധാരണ വീരയോദ്ധാവ് എന്ന് വിശേഷിപ്പിക്കുന്നത് ശാസ്താവിൻ്റെ അംശാവതാരമായ അയ്യപ്പനെയാണ്. ആ ഒരു യോദ്ധാവിൻ്റെ സങ്കല്പങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്.
പക്ഷേ വീണ്ടും രാമനാണോ അതോ അയ്യപ്പനെ തന്നെയാണോ ഉദ്ദേശിക്കുന്നതെന്ന് സംശയം തോന്നിക്കുന്ന മറ്റൊരു ഘട്ടം എത്തുന്നത് ഇവിടെ എത്തുമ്പോഴാണ്. ഇവിടെ അമ്പും വില്ലും ഏന്തി നിൽക്കുന്ന രൂപം കാണാം. എന്നാൽ പാദം ഒരു ശിലയിൽ തൊഴുത് പിടിച്ചു നിൽക്കുന്ന ഒരു സ്ത്രീരൂപം അവിടെ കാണാം. ഒരു ശിലയിലാണ് സ്പർശിച്ചിരിക്കുന്നത്. ആ ശിലയിൽ നിന്ന് പിന്നീട് ആ ഒരു പാദസ്പർശം ഏറ്റുവാങ്ങിയപ്പോൾ തന്നെ ശില പിന്നീട് സ്ത്രീ രൂപമായി മാറിയിരിക്കുന്നു. ഇത് അഹല്യാമോക്ഷമാണോ ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് അങ്ങനെ ഒരു സംശയം തോന്നും. അഹല്യാമോക്ഷത്തിൻ്റെ എല്ലാ ലക്ഷണങ്ങളും ഇവിടെ ഒത്തുചേർന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഇടയ്ക്ക് വാളേന്തിയും അമ്പേന്തിയും ഒറ്റയ്ക്ക് ഒരു വീരയോദ്ധാവിനെ കാണുന്നത് കൊണ്ടാണ് അയ്യപ്പ കഥകളാണോ പറയാൻ ശ്രമിച്ചത് എന്നൊരു സംശയം വരുന്നത്. ചങ്ങങ്കരി ക്ഷേത്രം ഇന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലാണ് ഉള്ളത്. പക്ഷേ വളരെ പഴയ കാലത്തിൻ്റെ ഒരു ചരിത്രവും വിശ്വാസങ്ങളും ഇവിടെ പറയുന്നത് ഈ ക്ഷേത്രത്തിൽ മന്ത്രവാദികളായ 2 പേർ പാർത്തിരുന്നു എന്നാണ്. മന്ത്രവാദി മൂർത്തികളായി ഇന്നും ആ സങ്കല്പം ഇവിടെയുണ്ട്. പക്ഷേ അതുകൊണ്ടാവണം ചങ്ങങ്കരി ശാസ്താവിന് മന്ത്രവാദി അപ്പൻ എന്നൊരു പേര് കൂടി ഉണ്ടായിരുന്നു. തുടക്കത്തിൽ നാം പറഞ്ഞു വൈദ്യനാഥ ഭാവമുണ്ട് അയ്യപ്പന് എന്ന്. പക്ഷേ വിഗ്രഹത്തിൽ ശാസ്താവിന് അങ്ങനെയുള്ള വൈദ്യനാഥ ഭാവങ്ങളൊന്നും നമുക്ക് കാണാനാകില്ല. പക്ഷേ ഇതുപോലെ പണ്ടുകാലത്ത് രോഗങ്ങൾ മന്ത്രവാദത്തിലൂടെ മാറ്റിയിരുന്ന ഒരു കാലം ഇവിടെ ഉണ്ടായിരുന്നു. മാത്രമല്ല സകല പകർച്ചവ്യാധികൾക്കും അറുതി വരുത്തുവാൻ വേണ്ടിയിട്ട് ദേശക്കുരുതികൾ പണ്ട് നടത്തിയിരുന്നു. അങ്ങനെ ഒരു ശക്തമായ ഭദ്രകാളി സാന്നിധ്യം ഈ ക്ഷേത്രഭൂമിക്ക് പരിസരത്ത് മുൻപുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇവിടെ ആ രോഗങ്ങൾ ഇല്ലാതെയാകുന്ന ഒരു അവസ്ഥ ഉണ്ടായത്. ഇവിടെ നാം ചങ്ങങ്കരിയിലെ ധർമ്മശാസ്താവിനെ ദർശിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കയ്യിൽ നീലത്താമര ഏന്തിയ രീതിയിൽ യോഗദണ്ഡും നീലത്താമരയുമേന്തി പട്ടബന്ധം പൂണ്ട രീതിയിലാണ് ശാസ്താവിൻ്റെ വിഗ്രഹമുള്ളത്. നീലത്താമര ഏന്തിയ അയ്യപ്പൻ സർവ അഭീഷ്ട സിദ്ധിദായകനാണ്. അതുകൊണ്ട് തന്നെ ഈ ധർമ്മശാസ്താവിന് മുന്നിൽ നമുക്ക് പ്രാർത്ഥിക്കാം. അയ്യപ്പ സ്വാമി നിന്റെ ചിന്മുദ്ര ചാർത്തി ആരണ്യഭൂവിൽ വന്ന് നിൻ പീഠം തേടി അഗതിക്കു തുണയായെന്നും ഭക്തനെ പരിപാലിക്കും അഖിലേശനെ നിൻ പാദപൂജ ചെയ്യൂ ഞാൻ. അയ്യപ്പ സ്വാമി നിന്റെ ചിന്മുദ്ര ചാർത്തി ആരണ്യഭൂവിൽ വന്ന് നിൻ പീഠം തേടി. അയ്യപ്പ സ്വാമി നിന്റെ ചിന്മുദ്ര ചാർത്തി ആരണ്യഭൂവിൽ വന്ന് നിൻ പീഠം തേടി അഗതിക്കു തുണയായെന്നും ഭക്തനെ പരിപാലിക്കും അഖിലേശനെ നിൻ പാദപൂജ ചെയ്യൂ ഞാൻ. അയ്യപ്പ സ്വാമി നിന്റെ ചിന്മുദ്ര ചാർത്തി ആരണ്യഭൂവിൽ വന്ന് നിൻ പീഠം തേടി. തിരുവനെ ഇവിടെ ഈ നീലത്താമര കയ്യിലേന്തിയ ഭാവത്തിലാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിനൊരു പ്രത്യേക സങ്കല്പമുണ്ടോ നീലത്താമര കയ്യിലേന്തുന്നതിന്? അപ്പോൾ പ്രത്യേക പൂജകൾ എന്തെങ്കിലും? രാവിലെ ഉഷപൂജ, ഉഷപൂജ, ഉഷശീവേലി, പന്തീരടി പൂജ, ഉച്ചപൂജ, ഉച്ചശീവേലി, വൈകുന്നേരം ദീപാരാധന, താഴപ്പൂജ, താഴശീവേലി. അതെ,
അല്ലാതെ പ്രത്യേകിച്ച് ഇവിടുത്തെ ഒരു വഴിപാട് അങ്ങനെ നമുക്കിപ്പോൾ നീലത്താമര കയ്യിലേന്തി നിൽക്കുന്ന ഭാവമായതുകൊണ്ട് മാത്രമല്ല മന്ത്രവാദി അപ്പൻ എന്നൊരു പേരുമുണ്ടല്ലോ, അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ചടങ്ങുകൾ ഇപ്പോൾ നടക്കാറുണ്ടോ ഇവിടെ ശ്രീകോവിലിൽ നാലമ്പലത്തിൽ? ഇപ്പം നടക്കാറില്ല. പന്തീരടി പൂജയുടെ ഇതിലാണ് രോഗങ്ങൾ മാറ്റുന്ന ഒരു സങ്കല്പം വരുന്നത്. പന്തീരടി പൂജയ്ക്കാണ്. പന്തീരടി പൂജ കഴിഞ്ഞ ഒരു അതിൻ്റെ ദീപാരാധനയ്ക്ക് ഈ ഒരു രോഗങ്ങൾ മാറ്റുന്ന ആ ഒരു ഭാവത്തിലാണ് അതല്ലേ സാധിക്കുന്നത്. രോഗങ്ങൾ മാറ്റുന്നത്, അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ദ്രോഹം ചെയ്യുന്ന എന്തിനേയും ഇല്ലാതെയാക്കുന്ന മൂർത്തിയാണ് ഇവിടെ നിലകൊള്ളുന്നത്. കയ്യിൽ നീലത്താമര എന്ത് നിൽക്കുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായും നമുക്ക് മറ്റൊരു ക്ഷേത്രത്തെ ഓർമ്മ വരും. അത് മലമൽക്കാവാണ്, പാലക്കാടെ മലമൽക്കാവ്. അവിടെ ചെങ്ങഴിനീർ പൂവ് വിരിയുകയും അത് ഭഗവാന് മുന്നിൽ പ്രാർത്ഥിക്കുന്നതെല്ലാം അവിടെ വരമായി നൽകുകയും ചെയ്യുന്ന ഒരു അയ്യപ്പ സാന്നിധ്യമാണ് അവിടെയുള്ളത്. ഇവിടെയും ധർമ്മശാസ്ത്ര സാന്നിധ്യത്തിൻ്റെ കയ്യിൽ, അതായത് വിഗ്രഹത്തിൽ തന്നെ നീലത്താമരപ്പൂ ഏന്തിയിരിക്കുന്നു. മാത്രമല്ല ഇവിടെ കാർവർണ്ണനായിട്ടാണ് ശാസ്താവ് ഉള്ളത്. അതും ഒരു വ്യത്യസ്തമായ സങ്കല്പമാണ്. കാർവർണ്ണനായി നീല നിറത്തോടു കൂടിയിട്ടുള്ള ശാസ്താവാണ് ഇവിടെ നിൽക്കുന്ന സങ്കല്പം. ശാസ്താവ് സാധാരണ മുൻപ് കാലത്ത് ഗൃഹസ്ഥാശ്രമിയായ ശാസ്താസങ്കല്പം ഉള്ളിടത്ത് അയ്യപ്പൻ എന്ന് വിശേഷിപ്പിക്കാറുണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് ശാസ്താസങ്കല്പവും അയ്യപ്പൻ സങ്കല്പവും ഒത്തുചേർന്ന് പോയിരിക്കുന്നതുകൊണ്ട് പലപ്പോഴും നമ്മൾ തന്നെ ക്ഷേത്രഭൂമിയിൽ വെച്ച് ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ അയ്യപ്പൻ എന്ന് വിശേഷിപ്പിക്കുകയും വിളിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഗൃഹസ്ഥാശ്രമി ഭാവത്തിൽ എന്ന് പറയുമ്പോൾ പൂർണ്ണ പുഷ്കലാ സമേതനായി പൂർണ്ണയാലും പുഷ്കലയാലും അഭിഷേകം ചെയ്തു കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പരിചരണം ചെയ്തുകൊണ്ടിരിക്കുന്ന രീതിയിലാണ് ഇവിടെ ധർമ്മശാസ്താവിൻ്റെ സാന്നിധ്യമുള്ളത്. ചെറിയ ശ്രീകോവിലാണ്. ശ്രീകോവിലിൽ നമുക്ക് ദാരുരൂപങ്ങളൊന്നും കാണാനില്ല. നമസ്കാര മണ്ഡപത്തിലും ദാരുരൂപം കാണുന്നില്ല. എന്നാലും നാലമ്പലത്തിനകത്തെ ഈ കാഴ്ചകൾ പ്രധാനപ്പെട്ടത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാം. ഈ ക്ഷേത്രഭൂമിയിലെത്തിൽ മറ്റൊരു പ്രത്യേക ദർശന സൗഭാഗ്യം കൂടി നമുക്ക് ലഭിക്കും. അതായത് ക്ഷേത്രഭൂമിയിലേക്ക് എത്തി പടിഞ്ഞാറോട്ട് ദർശനമായിരിക്കുന്നുവെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ തെക്ക് പടിഞ്ഞാറായി കന്നിക്കോണിൽ നമുക്ക് 3 മൂർത്തി സാന്നിധ്യങ്ങൾ കാണാനാകും. ഇവിടെ മഹാദേവൻ, ശിവനും ഗണപതിയും വിഷ്ണുവുമാണ് സാന്നിധ്യമാകുന്നത്. ഗണപതി സാന്നിധ്യമാണ് യഥാർത്ഥത്തിൽ കന്നിക്കോണിൽ വരേണ്ടത്. ആ മൂലയിൽ ഗണപതി സാന്നിധ്യമുണ്ട്. എന്നാൽ ഒപ്പം ഇവിടെ ധർമ്മശാസ്താവ് നിലകൊള്ളുന്നുണ്ട്. പിതൃമാതൃസ്ഥാനത്തായി ശിവനും മഹാവിഷ്ണുവും കൂടി ഇവിടെ സാന്നിധ്യമുണ്ട്. നമസ്തേ ഗണനാഥായ ഗണാനാം പതയേ നമഃ ഭക്തിപ്രിയായ ദേവേശ ഭക്തിഭ്യഃ സുഖദായക സ്വാനന്ദവാസിനേ തുഭ്യം സിദ്ധിബുദ്ധി ഹരായ ച നാവിശേഷായ ദേവായ ഹുന്ദിരാജായ തേ നമഃ. ചങ്ങങ്കരി ശാസ്താവിന് മന്ത്രവാദി അപ്പൻ എന്ന നാമം വരുന്നതിന് പിന്നിലെ കാരണം നാം പറഞ്ഞുവല്ലോ. മുൻപ് ഇവിടെ മന്ത്രവാദികൾ താമസിച്ചിരുന്നു. 2 മന്ത്രവാദികൾ താമസിച്ചിരുന്നു എന്നാണ് പറയുന്നത്. എന്നാൽ ചില ചരിത്രകാരന്മാർ പറയുന്നത് ഒരു മന്ത്രവാദി തന്നെയാണ്, പക്ഷേ അദ്ദേഹത്തിന് 2 പേരുകളുണ്ടായിരുന്നു അത്രേ. ആ മന്ത്രവാദി താമസിച്ചിരുന്ന കാലത്ത് ഇവിടെ മാന്ത്രിക പൂജകൾ നടത്തുകയും മാന്ത്രിക പൂജകളിലൂടെ രോഗം മാറ്റുകയും ചെയ്തതുകൊണ്ടാണ് മന്ത്രവാദി അപ്പൻ എന്ന സങ്കല്പം വന്നത്. ഒരു പക്ഷേ അങ്ങനെ മാന്ത്രിക പൂജകൾ നിലനിന്നിരുന്ന പ്രദേശമായതുകൊണ്ടാകണം ഈ ക്ഷേത്രഭൂമിക്ക് ചുറ്റുവട്ടത്തുമുള്ള ഉപദേവതാ മൂർത്തികളൊക്കെ വളരെ വ്യത്യസ്തമായ സങ്കല്പത്തിലുള്ളതാണ്. മാത്രമല്ല നാലമ്പലത്തിനകത്ത് സാത്വിക പൂജകൾ പിന്തുടർന്നു പോരുന്നു എങ്കിലും പുറത്ത് അങ്ങനെ അല്ലാത്ത പഴയ രീതിയിലുള്ള ഗോത്ര സംസ്കൃതിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ ദ്രാവിഡ സംസ്കൃതിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ചില ആചാരങ്ങളുണ്ട്. അതുപോലെ തന്നെ സാധാരണമായിട്ടുള്ള, അതായത് മലദൈവങ്ങളെയൊക്കെ ആരാധിക്കുന്ന രീതിയിലുള്ള ആരാധനാ സമ്പ്രദായങ്ങളും അതുപോലെ മത്സ്യം, മാംസം, മദ്യം തുടങ്ങിയവ കൊണ്ടുള്ള പൂജകളുമൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലത്ത് ഇന്നും ചിലയിടങ്ങളിലൊക്കെ അത് തുടർന്നു പോരുന്നുണ്ടെന്ന് അറിയാമല്ലോ. ചങ്ങങ്കരി ധർമ്മശാസ്ത്ര ക്ഷേത്രം അത്തരത്തിൽ ചില ആചാരങ്ങൾ നാലമ്പലത്തിനകത്തല്ല എങ്കിലും പുറത്ത് പാടത്തും ഓരോ സങ്കല്പങ്ങളുണ്ട്, മൂലസ്ഥാനങ്ങൾ എന്നൊക്കെയുള്ള സങ്കല്പങ്ങളുണ്ട്. അവിടെയൊക്കെയും ഇത്തരത്തിൽ മദ്യവും മാംസവും മത്സ്യവും ഉണക്ക മത്സ്യവും ഒക്കെ കൊണ്ടുള്ള പൂജകൾ ചെയ്യാറുണ്ട്. എരുമേലിപ്പേട്ട തുള്ളി ശരക്കോലും കയ്യിലേന്തി വരൂരെ സ്വാമിയുടെ കന്നിക്കാരേ. എരുമേലിപ്പേട്ട തുള്ളി ശരക്കോലും കയ്യിലേന്തി വരൂരെ സ്വാമിയുടെ കന്നിക്കാരേ. കോട്ടപ്പടി താണ്ടി നമ്മൾ പേരുത്തോടെത്തിടുമ്പോൾ കേളികേട്ട സ്വാമിയുടെ പൂങ്കാവനം പുണ്യം പീലി നിർത്തി നന്മയുടെ പൊൻപൂവനം.